കേരളത്തിലെ പല വീടുകളിലെയും സന്തോഷവും സമാധാനവും തകർത്തതിനും സമൂഹത്തിലെ സ്വൈര്യജീവിതം നശിപ്പിച്ചതിനും പ്രധാന കാരണം ലഹരിയാണ്. നമ്മുടെ പുതിയ തലമുറയെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി ഇവിടേക്ക് ഒഴുകുകയാണ്. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന വഴികളിലൊന്ന് തായ്ലാൻഡ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. ടൂർ പാക്കേജിൻ്റെ മറവിൽ തായ്ലാൻഡിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതായി വെളിപ്പെടുത്തൽ. ലഹരി കടത്തിൻ്റെ പുതിയ രീതിയെക്കുറിച്ചും മാഫിയ സംഘങ്ങളും ടൂറിസ്റ്റ് ഏജന്റുമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തുറന്നു പറയുന്നത് ഒരു ലഹരിക്കടത്ത് കേസ് പ്രതിയാണ്. തായ്ലാൻഡിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായ തിരുവനന്തപുരം സ്വദേശി വൈശാഖ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. വൈശാഖാണ് ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. നമസ്കാരം. ഈ വൈശാഖ് കഴിഞ്ഞ ഒക്ടോബറിലാണ് കഞ്ചാവുമായി അല്ലേ, ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസിന്റെ പിടിയിലാവുന്നത്. അതിനുശേഷം 45 ദിവസത്തോളം ജയിലിലായിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ? വൈശാഖിനെ ഈ ഡ്രഗ് എത്തിച്ചു തന്നത് ഈ ലഹരി മാഫിയുമായി വൈശാഖിന് ബന്ധമുണ്ടോ? ഞങ്ങളല്ലാണ്ട് ഒരു പരസ്യത്തിന്റെ ആഡ് ഉണ്ട്, അങ്ങനെ വിളിച്ചാണ് പോയത്. ഫ്രീ വിസ അങ്ങനത്തെ രീതി വന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഏജൻസി ആണോ? കൊച്ചിയിലുള്ള വ്യക്തി. പുള്ളി കൊച്ചിക്കാരനൊന്നുമല്ല. അവിടെ പോയിട്ട് അപ്പോഴൊരു 9ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ ജോലിയുടെ വിസ കറക്റ്റ് ആയിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസായി ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ച് അവരുടെ അടുത്ത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളവിടെ പെട്ടുപോയി. പുറത്തിറങ്ങിയാൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല, ഒന്നുമില്ല. ഇവർ ഫുഡ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് തരും. ഇവർ പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കും. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടല്ല, ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്കുള്ള കോമ്പൻസേഷനും ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെ വിളിക്കാൻ വന്നോളും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തായാലും വെറുകൈയോടെ വീട്ടിൽ പോകണ്ട, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കുള്ള ഒരു ട്രാവലിംഗ് ബാഗ് വെട്ടി താഴെ വന്നോളും എന്ന് പറഞ്ഞു. ഇതിനൊരു നമ്പരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇവർ വിളിച്ചു വിട്ട ഒരു ടാക്സിയിൽ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. നിന്നപ്പോഴാണ് അടുത്തൊരു ടാക്സിയിൽ ബാഗ് മാത്രമായിട്ട് വരണം. അവിടെ അങ്ങനെ പറ്റും. ഇവിടെ നെടുമ്പാശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ വരും പോലെ ഞാൻ വന്നു. കസ്റ്റംസുകാരുടെ ചെക്കിങ് ബാഗേജിലോട്ട് ബാഗ് വെച്ച് അവനും വെച്ച്, അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. അവൻ വെച്ച് ചെക്കിങ് കഴിഞ്ഞ് അവൻ പോയി. ഇത് ഞാൻ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് തുറക്കാൻ പറഞ്ഞു. അത് തുറക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ 1818 ആണ് നമ്പർ അടിക്കുന്നത്. നമ്പർ വർക്കാവത്തില്ല. വീണ്ടും ഞാൻ നമ്പർ മാറിയെന്ന് വിചാരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവരെ വിളിക്കേണ്ട കോൺടാക്റ്റ് ഇല്ല. അവർ പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയാൽ മതി. ഇവിടെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പർ അങ്ങനെ കാര്യങ്ങളിലാണ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് തുറന്ന് ബാഗേജ് അവർ പ്ലെയറിട്ട് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഫുള്ള് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചോക്ലേറ്റ്, കോൺഫ്ലെക്സ്, പിന്നെ ലേസ് പോലത്തെ സംഭവം, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഓരോന്നായിട്ട് എടുത്ത് ചെക്കിങ്ങിലിട്ടപ്പോൾ വീണ്ടും സ്കാനറിൽ 2 കോൺഫ്ലെക്സിൻ്റെ 2-3 പാക്കറ്റ് നോക്കിയപ്പോഴും എന്തോ ഗ്രീൻ കളർ അടിച്ചു. അപ്പോൾ അവർ എന്താണ് അതിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയില്ല, വേറെ തായ്ലാൻഡിൽ നിന്ന് വരെയാണ്. അത് എന്തിനാണ് പോയത്? ടൂറിസമാണ്. ഞാൻ പറഞ്ഞല്ല, ജോലിയുടെ ആവശ്യമായിട്ടാണ് പോയത്. അവർ പൊട്ടിച്ച് നോക്കി ഇങ്ങനെ കാര്യം. കഞ്ചാവാണ്, ഹൈബ്രിഡ്. അത് അവരാണ് പറഞ്ഞത്, എനിക്കറിയില്ല. ഹൈബ്രിഡ് കഞ്ചാവ്. ആരാണ് ഈ ബാഗിൽ ഈ കഞ്ചാവ് നിങ്ങൾക്ക് തന്നു വിട്ടത്? ഇത് അവിടെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു. ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് പേരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ്. എല്ലാം തായ്ലാൻഡിലാണ്. ഈ തായ്ലാൻഡിലാണോ ഈ ലഹരിയുടെ കാരണം തായ്ലാൻഡ് ലീഗലാണ്. നിങ്ങൾ കൂടാതെ വേറെയും യുവാക്കൾ ഉണ്ടായിരുന്നു, മലയാളികൾ? ആ ഹോട്ടലിൽ വേറെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂമുണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു. 2 മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. ഒരു ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്.
അതായത് ഇവിടെ നിന്ന് ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നത്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുണ്ട്. ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഈ വിസ തട്ടിപ്പ് യഥാർത്ഥത്തിൽ വിസ തട്ടിപ്പ് നമുക്ക് വിസ ആയിരുന്നു. വിസ തട്ടിപ്പ് അതായത് ജോലിയുടെ ഇതിൽ ഫ്രീ വിസ എന്നുള്ള ₹1 പോലും ഞങ്ങൾ മുടക്കണ്ട എന്നൊക്കെ പറയും. എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകണം, ഒന്ന് സൂക്ഷിച്ചു പോകണം. അപ്പൊ ഈ വൈശാഖ് പിടിയിലായ കഞ്ചാവ് കേസ്, ആ കഞ്ചാവ് കേസിൽ വൈശാഖ് മാത്രമാണോ? ഞാൻ മാത്രം. അതിന്റെ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല. കൂടുതൽ അല്ലാണ്ട് പുറത്തൊക്കെ നല്ല അന്വേഷണം വന്നിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് വൈശാഖിന് ഈ ലഹരി കഞ്ചാവ് തന്നുവിട്ടവരിലേക്ക് അന്വേഷണം എത്തിയില്ല, ഇവിടുത്തെ ഈ ഏജൻസിയിലേക്ക് അന്വേഷണം എത്തിയില്ല? കാരണം കൂടുതൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ ഏജൻസിയെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞില്ലായിരുന്നു? അവരെ ചോദ്യം ചെയ്യാൻ ഏജൻസി ആയിട്ടല്ലായിരുന്നു. എനിക്കൊരു നമ്പർ, ഒരു കോണ്ടാക്ട് നമ്പർ വന്ന് ഇവിടെ വന്നു, ഇവിടെ കൊച്ചിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല. കൊച്ചിയിലുള്ള ഒരാളുടെ നമ്പർ വന്ന് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് പോണത്. അതോടൊപ്പം ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടതിന്റെ ഒരു നാണക്കേട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇന്നും. കുടുംബങ്ങൾ, വൈശാഖിന്റെ കുടുംബങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരുപാട്. എനിക്ക് എന്റെ അമ്മ, അനിയത്തി, ഞാൻ. അച്ഛൻ മരിച്ചു പോയിട്ട് 4 വർഷമാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്റെ പേരിൽ ഇന്നേ ഒരു കേസ് പോലും ഇല്ല. ഞാൻ ഹെവി ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്നത്, വലിയ വണ്ടി, നാഷണൽ. ഇപ്പോഴും ഞാൻ ജോലി എടുത്ത് തന്നെ ജീവിക്കുന്നത്. ലഹരി കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജാമ്യം കിട്ടി. അതിനുശേഷം ഏതെങ്കിലും ലഹരി സംഘങ്ങളെ വൈശാഖിനെ സമീപിച്ചിട്ടുണ്ടോ ഈ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി? അല്ലാണ്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഇട്ട് എങ്ങനെ കൊണ്ടുവരണേ. അതായത് കേരളത്ത് അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഫേമസ് ആയി വന്നു. ഹൈബ്രിഡ്, അത് നോർമൽ കഞ്ചാവല്ല, പുറത്തുനിന്ന് പറഞ്ഞ കഞ്ചാവായോണ്ട് അതിന് ഭയങ്കര. അപ്പൊ എന്നെ ഇടയ്ക്ക് അല്ലാണ്ടൊക്കെ അറിയാന്നുള്ളവരെ വിളിച്ചിട്ട് ഞാൻ തൊഴുതു പറഞ്ഞു, എന്നെ ഇതിന് വിളിക്കില്ല. കാരണം ഒന്നാമത് കേസിന് ജാമ്യം കിട്ടി. ഞാനിപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് നോക്കണേ. എനിക്ക് കൂടുതൽ ഇതിലോട്ട് പോകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത്, പലരെയും കോണ്ടാക്ട് ചെയ്ത് എനിക്കിത് വേണേൽ വർദ്ധിപ്പിച്ച് എനിക്ക് വേറെ രീതിയിലുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതോടൊപ്പം കേരളത്തിൽ വലിയൊരു ശൃംഖല തന്നെ ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വൈശാഖിന്റെ അനുഭവങ്ങളിലൂടെ വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ സിന്തറ്റിക് ഡ്രഗുകളടക്കം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ കടത്തുന്നവരെ, ലഹരി എത്തിക്കുന്നവരെ മാത്രമാണ് പോലീസും എക്സൈസും പിടികൂടുന്നത്. അതിൻ്റെ പ്രധാനികളിലേക്ക്, പ്രധാന കണ്ണികളിലേക്ക്, ഈ ലഹരി മാഫിയയിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറുമില്ല. അവരിലേക്കാണ് പോലീസിൻ്റെയും നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അന്വേഷണം എത്തേണ്ടത്.